എൻ്റെ പേര് നൗഷാദ്. ഞാൻ തോപ്പുംപടിയിലെ വാച്ച് കട നടത്തുന്ന വ്യാപാരിയാണ്. ഗ്ലോബൽ വാച്ച് ഹൗസ് ആൻഡ് മൊബൈൽ സ്റ്റോർ എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് നിസാർ. ഞാനിവിടെ 15 വർഷമായിട്ട് കൊച്ചിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുഞ്ഞുമോൻ ആൻ്റണി. ഞാൻ തോപ്പുംപടി മറീന മാളിൽ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ തോപ്പുംപടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തോപ്പുംപടി യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പം നമ്മളുടെ ഈ നാട്ടിൽ ഓൺലൈൻ കച്ചവടം വന്നതോടുകൂടി സാധാരണക്കാരൻ്റെ കച്ചവടം ആകെ മാറിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട് ബാധിക്കാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിൽ കടന്നു കയറ്റാം, പിന്നെ കോർപ്പറേറ്റ് കടന്നു കയറ്റാം. കോർപ്പറേറ്റുകളുടെ കടന്നു കയറ്റാൻ നമുക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പ് കോർപ്പറേറ്റുകളുടെ സൂപ്പർ മാർക്കറ്റ് വന്ന് ചെറുകിട സൂപ്പർ മാർക്കറ്റുകൾക്ക് ക്ഷീണം വന്നു, വലിയ വലിയ പലചരക്ക് കടകൾക്കും ക്ഷീണം വന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വീട്ടു സാധനങ്ങൾ ഉദാഹരണത്തിന് എന്തും ഏതും 10 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തിച്ചു കൊടുക്കും എന്നുള്ള സംവിധാനം വന്നിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 10 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ആ സംവിധാനം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ ഇനി വരാൻ പോകുന്ന ഈ ചെറിയ പലചരക്ക് കടകൾ പോലും പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ ഒരു ടൈറ്റൻ വാച്ച് വാങ്ങിച്ചിട്ടൊരു കസ്റ്റമർ വന്നു. ആ വാച്ച് ഓടുന്നില്ല, ഓൺലൈനിൽ വാങ്ങിച്ചാണ്. അതിൻ്റെ കണ്ണ് കട്ട് ചെയ്യണം, അതായത് വാച്ചിൻ്റെ ലെങ്ത്ത് കുറക്കണം. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വാച്ചിൻ്റെ ലോക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ വാച്ച് ഓടുന്നില്ല. നമ്മൾ ബാറ്ററി ഇടണമെന്ന് വെച്ചപ്പോൾ ബാറ്ററി ഇടണമെന്ന് പറഞ്ഞു. ബാറ്ററി അയച്ചപ്പോൾ അതിൻ്റെ അകത്ത് ടൈറ്റാൻ്റെ ഒറിജിനൽ മെഷീനല്ല, മനസ്സിലായ പ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. എന്തോ 4000 രൂപ MRP ഉള്ള വാച്ച് അവർ 1300-390 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ആ കസ്റ്റമർ. അപ്പോൾ ശരിക്കും ഇത് ഓൺലൈനിൽ കൂടുതലും വാച്ച് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റീഫർബിഷ്ഡും ഡ്യൂപ്ലിക്കേറ്റും ഒരുപാട് കിട്ടുന്നുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതിലൂടെയും ജനങ്ങൾ ചതിയിൽപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ആ കസ്റ്റമറോട് ചോദിച്ചത്, നിങ്ങൾ ഈ വാങ്ങിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഓണറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ഞാനാണ്. അപ്പം നിങ്ങൾ എൻ്റെ കടയിൽ നിന്ന് ഒരു 2000 രൂപ വാച്ച് വാങ്ങിച്ചാൽ ആ 2000 രൂപയിൽ എനിക്ക് കൂടി വന്നാൽ ചിലപ്പോൾ 300-400 രൂപ ലാഭം കിട്ടും. ആ 300 രൂപ അല്ല, ബാക്കി 1700 രൂപയ്ക്ക് ഞാൻ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിച്ചു വെക്കും. ബാക്കി 300 രൂപ ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയി ഞാൻ 100 രൂപയ്ക്ക് പലചരക്ക് സാധനം വാങ്ങിക്കും, 100 രൂപയ്ക്ക് ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങിക്കും, 100 രൂപയ്ക്ക് പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഇത് എത്ര പേരുടെ കയ്യിലേക്ക് ഈ പൈസ പോകുന്നുണ്ട്? നമ്മളുടെ പൈസ നമ്മളുടെ മാർക്കറ്റിൽ കിടന്ന് റോൾ ചെയ്താലേ നമ്മളുടെ ഏരിയ വിജയിക്കുള്ളൂ, വികസനം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ആരും കാണാത്ത ഏതോ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ പോകുന്നത്. വേറെ എവിടെയോ കിടക്കുന്ന സ്ഥലത്തേക്കാണ്, ഏതോ രാജ്യത്തോട്. നമ്മളുടെ പൈസ നമ്മളുടെ മാർക്കറ്റിൽ കിടന്ന് റോൾ ചെയ്താലേ അതിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ വരുന്ന കസ്റ്റമറോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിലേക്കാണ് എല്ലാവർക്കും താല്പര്യം ആയതിനാൽ ഇപ്പം നമ്മളുടെ സാധാരണക്കാരും ആ ലൈനിലേക്ക് തന്നെ മാറാനുള്ള ഒരു സെറ്റപ്പിലേക്കാണ് വരാൻ പോകുന്നത്. ഓൺലൈൻ്റെ സഹായമില്ലാതെ ഇനിയും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നമ്മൾ 10 വർഷം മുമ്പേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു നമ്മൾ ഒരു ഓൺലൈൻ വ്യാപാരത്തിനെ കുറിച്ചും ഏതെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ്സിൽ ടൈപ്പായിട്ട് നമ്മൾ കച്ചവടം ചെയ്യേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങൾ അറിഞ്ഞു കാണും, ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒന്നിച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയവർ അറിഞ്ഞു കാണും. വെക്സോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറുമായിട്ട് നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ ഓൺലൈൻ വ്യാപാര രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ പ്രോഡക്റ്റുകൾ ഇനി വെക്സോയിലും അവൈലബിൾ ആയിരിക്കും. ഞാൻ അവരുടെ കൂടെ ടൈപ്പായിട്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടും. വെബ്സോ എന്ന ആപ്ലിക്കേഷനിൽ ഞാനൊരു പങ്കാളിയാണ്. ചെറുകിട വ്യവസായികളെ എല്ലാവരും ചേർത്തുകൊണ്ട് കേട്ടതിൽ എനിക്ക് താല്പര്യം തോന്നി. ആ ആശയത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാനും എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ വ്യാപാരികളും വെക്സോ എന്ന് പറയുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയറുമായിട്ട് സഹകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ഷോപ്പ് ലോക്കൽ ക്യാമ്പയിൻ. സപ്പോർട്ട് ഷോപ്പ് ലോക്കൽ ക്യാമ്പയിൻ.